നമ്മുടെ തിരുവനന്തപുരത്തുകാര് ഇതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ജീരകം പൊടിച്ചതും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽ മുളക്, ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി മൂപ്പിച്ച് കുറച്ച് ചെറിയുള്ളിയും ചേർത്ത് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് ഇളക്കി വഴറ്റി ഇതൊന്ന് വഴണ്ടി വന്നാൽ ചെറു കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന 3/4 കിലോളം ചിക്കൻ പീസസും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇനി ഈ പൊടികളെല്ലാം ചിക്കനിലേക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. ശേഷം നമ്മൾ മൂടി തുറന്ന് നോക്കുമ്പോൾ നോക്കിയ ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് ഇളക്കി വറ്റിച്ച് ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾ മസാല മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങായും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം ചിക്കൻ തോരൻ റെഡി. അപ്പോൾ ഇനി ചിക്കൻ മേടിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത്രയ്ക്ക് അടിപൊളിയാണേ. അപ്പോൾ പോകുന്നതിന് മുന്നേ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.